വലുതായിട്ട് ആരും വലിയ ചർച്ചയായിട്ട് വരുന്നില്ല. കാര്യം മാരാറ് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ എല്ലാവരും തലക്കി പിടിച്ചിരിക്കുകയാണ്. എന്തായാലും കിടിലം ഫിറോസും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ മാരാറ് പറഞ്ഞ പോലെ എന്തോ ഒരു കമ്മീഷനൊക്കെ ഇരുന്ന് അന്വേഷിക്കുക എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്തായാലും അന്വേഷിച്ചിട്ട് അതിനെ പറ്റിയിട്ട് കണ്ടെത്തിട്ട്. പിന്നെ നിങ്ങൾ ഇന്ന് ഗബ്രിയുടെ ലൈവ് ചാറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ബിഗ് ബോസ് ലൈവ് കാണുന്നവർക്ക് മനസ്സിലായി കാണും. ഈ ചാറ്റിൽ ഗബ്രി വരും, ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഗബ്രി മോൻ ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഗബ്രി ആ ക്വസ്റ്റ്യൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഹലോ ഗബ്രി, ജാസ്മിൻ ഓൾറെഡി ഒരു ലവർ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ശരിയായി തോന്നുന്നുണ്ടോ? ആർ യു കോൺഫിഡൻറ്റ് ടു ആൻസർ ദിസ്? വൈ യു ആർ എസ്കേപ്പ് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് പുള്ളിക്കാരൻ അത് സ്കിപ്പ് ചെയ്തിട്ട് പോകുന്ന രീതിയിലാണ്. ഇതിനെയൊക്കെ പറ്റിയിട്ട് പുള്ളിക്കാരൻ ആൻസർ കൊടുക്കുന്നില്ല, ഒരിടത്തും കൊടുക്കുന്നുമില്ല. എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഗബ്രിയുടെ ഒരു രീതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം പുറത്ത് വന്നിട്ട് അവൾ അതിനെ പറ്റിയിട്ട് ആൻസർ ചെയ്യട്ടെ എന്നുള്ളൊരു മട്ടിലാണ്. കാര്യം ഇപ്പം പൊതുവെ ഇപ്പോൾ എല്ലാവരും അഫ്സലിനെയല്ല ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അഫ്സൽ അത് ചെയ്തു, അഫ്സൽ പറഞ്ഞത് കള്ളത്തരമാണെന്നൊക്കെയുള്ള രീതിയിലാണ് അഫ്സലിനെ വന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അഫ്സലിന് ഇന്നലെ സപ്പോർട്ടായിട്ട് മുന്നേ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, മുന്നക്ക എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ജാസ്മിൻ എപ്പോഴും പറയുന്നത് കേട്ട് കാണുമല്ലോ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ഞാൻ വായിച്ചു തരാം. എന്തിനാ എല്ലാവരും കൂടി ഈ അഫ്സലിനെ വന്ന് തെറി വിളിക്കുന്നത്? ഒരു വീഡിയോയുടെ അടിയിൽ പോയി ഓരോ കമന്റ് ഇടുന്നത്. ഒരു കമന്റ് കണ്ടാൽ വിചാരിക്കും തെറ്റ് ഫുൾ അഫ്സലാണ് ചെയ്തതെന്ന് തോന്നും തരത്തിലുള്ള കമന്റ്സ് ആണ്. എന്താണ് അഫ്സൽ ചെയ്ത തെറ്റ്? ജാസ്മിൻ തന്നെ ഉറപ്പിച്ച് പറയുന്നു ഗബ്രി ആൻഡ് ജാസ്മിൻ ഇഷ്ടത്തിലാണെന്ന്. ഞാൻ കണ്ടത് അവരെ എൻഗേജ്മെന്റ് പിക്സ് ആൻഡ് വീഡിയോസ് ഒക്കെ. ഒരു പെൺകുട്ടി അല്ലേ എന്ന് വിചാരിച്ച് പലതും മിണ്ടാതെ നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ എല്ലാം പ്രൂഫ് ഉൾപ്പെടെ ഉണ്ട്. ഈ പറയുന്നവരൊക്കെ ഇതുപോലെ ഉള്ളത് വരുമ്പോഴാണ് മനസ്സിലാക്കുക. ഇതൊക്കെ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്, വളരെ മോശം എന്നാണ് മുന്നേ പറയണത്. ഉള്ള കാര്യമല്ലേ? എല്ലാവരും കൂടെ വന്ന് അഫ്സലിനെ ചീത്ത വിളിക്കുന്നതിന് മുന്നേക്കെങ്കിലും തോന്നി അതൊരു സപ്പോർട്ടായിട്ടൊരു സ്റ്റോറി ഇടാൻ. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് അവനെങ്കിലും ഉണ്ടായിരുന്നല്ലോ, അവന് സപ്പോർട്ടായിട്ട് വന്നിരുന്നു ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട്. അതും അവളുടെ നേരത്തെ എക്സ് ബോയ് ഫ്രണ്ടാണ്, എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞ എക്സ് ബോയ് ഫ്രണ്ടാണ് ഈ ഒരു കാര്യം പറയണത്. അതും കൂടി നിങ്ങൾ ആലോചിക്കണം. അതേപോലെ തന്നെ ഇനി വേറൊരു കഥ ഞാൻ പറയാം. നിങ്ങളൊക്കെ എന്തിനാണ് ഈ അസ്ലമാറിലേക്ക് ചെന്ന് ഈ കമന്റ് അടിയിൽ ചെന്ന് ഓരോന്ന് നടന്ന് പറയും, ഈ അസ്ല എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അസ്ല എടുത്തത് നീ ജാസ്മിനെ ഉദ്ദേശിച്ചിട്ടതല്ലേ എന്നും പറഞ്ഞാൽ അസ്ല എന്തിനാണ് നിങ്ങൾ ശരിക്കും ചൊറിയാൻ നിൽക്കുന്നത്? ഇവിടെ അവളുടെ കണ്ടന്റ് നോക്കിയിട്ട് അവളുടെ കാര്യം നോക്കി പോവുകയാണ്. അവൾ ഇതുമായിട്ടൊന്നും ഒരക്ഷരവും സംസാരിക്കുന്നില്ല. അവസാനം അവൾ ഗതി കെട്ടി ഈ കമന്റ്സ് എല്ലാം കൂടെ കണ്ടിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട്, അസ്ലയും അസ്ലയുടെ ഉമ്മയും കൂടെ. എന്തായാലും ആ വീഡിയോയുടെ ഒരു പകുതി ഭാഗം ഞാൻ വയ്ക്കാം. ഈ ഒരു വിഷയത്തെ പറ്റി പറയുന്നുണ്ട്. ഇതന്നെ ഞാൻ ഈ ബിഗ് ബോസ് തീരുന്നവരെ കേട്ടോണ്ടിരിക്കും. കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഞാൻ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് റിലേറ്റ് അതിന്റെ കുഞ്ഞു ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അത് വേറെ ഇന്ന കണ്ടസ്റ്റിനെ ഉദ്ദേശിച്ചിട്ടാണ് അസ്ലാമാറിൽ ഇത് പറഞ്ഞത്. എന്തോരം വന്നിരിക്കും. എനിക്കത് കാണുമ്പോ ഭ്രാന്ത് പിടിക്കും. എനിക്കൊന്ന് സമാധാനം വേണം. ഇതിപ്പോ ബിഗ് ബോസ് ഈ ഉള്ളിയുള്ളവരെക്കാൾ സമാധാനക്കേടാണ് എനിക്കെന്ന് പറയുന്നത്. എന്തിനും എല്ലാരും എന്നെ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ നോക്കി 24/7 ലൈവ് കാണുന്ന ഒരാളാണ് ഉമ്മ ബിഗ് ബോസിന്റെ. അപ്പൊ എന്നാ ഉമ്മ സംസാരിക്കട്ടെ ബിഗ് ബോസിനെ കുറിച്ചിട്ട്. കറക്റ്റ് അല്ലേ? നിങ്ങൾ എല്ലാരും കൂടെ എന്തിനാണ് ഇന്ന് അസ്ലയുടെ ഉണ്ടാക്കിയെന്ന് കയറുന്നത്? അസ്ലയുടെ കാര്യം നോക്കി പോട്ട്. അതേപോലെ കേസായിരുന്നു ഞാൻ ഗ്ലാമി ഗംഗയുടെ കാര്യം പറഞ്ഞത്. എല്ലാം അവിടെ ചെന്ന് ഗംഗയുടെ മണ്ടയിലോട്ട് ചെന്നിരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്ന ടീമുകളാണ്. ചുമ്മാതെ പോയി കുത്തി ഒന്നും കിട്ടാനില്ല. അപ്പം നിങ്ങൾ ചെറിയാണെങ്കിൽ ഗബ്രി മോനെ പോയി ചെറി. അപ്പം കൂടുതൽ വിവരങ്ങൾ പുള്ളിക്കാരൻ ചിലപ്പം പറഞ്ഞു തരുമായിരിക്കും. കാര്യം ആ ഷോയ്ക്കകത്ത് ഇത്രയും ദിവസം അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ഗബ്രിയാണല്ലോ. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.